അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. ആ ജോലിക്കാരെങ്കിലും വിളിപ്പിക്കാം. അതിനൊക്കെ സമയം എടുക്കും സച്ചേട്ടാ. ഇത് ഇപ്പോഴത്തെ ആവശ്യത്തിനാ. അല്ല വേപ്പില കൊണ്ട് എന്ത് ചെയ്യാനാ? സ്നേഹയുടെ ബെഡിൽ വിരിച്ചിടാനും വെള്ളം തിളപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഇത് വേണം. പെങ്ങൾക്ക് അസുഖം വന്ന ആങ്ങളെ കൂടി അതിന്റെ ബുദ്ധിമുട്ട് അറിയണല്ലോ. മര്യാദയ്ക്ക് കയറി വേപ്പില കുറച്ച് പറിക്കും. ഇതിനകത്തെ നിറച്ചുറുമ്പായിരിക്കും. സച്ചേട്ടാ ഉടായ്പ് കാണിച്ച് രക്ഷപ്പെടാൻ നോക്കല്ലേ. വേഗം കയറി വേപ്പില പറിക്ക്. ഞാൻ തന്നെ കേറണോ? അപ്പൊ കേറല്ലേ? എന്തായാലും ഈ ചതി ഞാൻ പ്രതീക്ഷയല്ല. സച്ചേട്ടാ അത് എന്താ സച്ചേട്ടാ? സച്ചേട്ടാ കണക്കായി പോവും. ഓ എന്തൊരു പ്രേമം. മിക്കവാറും സച്ചിക്കും ചിക്കൻ ബോക്സ് പിടിക്കും. സോറി സച്ചേട്ടാ. ഞാൻ എഴുതിയ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിക്കണം. നല്ല പോലെ വിശ്രമിക്കണം. 4-5 ദിവസം എടുക്കും. അത് കഴിയുമ്പോൾ മാറിക്കോളും. ചിക്കൻ ബോക്സ് വന്ന ഒരാഴ്ച എന്നല്ലേ കണക്ക്? അർച്ചനെ ഞാൻ സമ്മതിച്ചു. ഇത്രയ്ക്ക് ധൈര്യത്തോടെ ചിക്കൻ ബോക്സ് വന്ന രോഗിയെ ആരും നോക്കില്ല. ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയിടും. സഹായത്തിന് ഒരു നേഴ്സിനെയും വെക്കാൻ പറയും. ബട്ട് അപ്പൊ ശരി, ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ഇറങ്ങട്ടെ. ഇനി നമുക്ക് വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കണം. അസുഖം മാറുന്നതിന് മുമ്പ് കുളിക്കാമോ? കുളിക്കാൻ പാടില്ലെന്നൊക്കെ പലരും പറയും. പക്ഷെ വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തില് ദിവസം കുളിച്ചാ അസുഖം പെട്ടെന്ന് മാറും. 5 ദിവസം കഴിയുമ്പോഴേക്കും നിന്റെ അസുഖം കുറയും. അസുഖം മാറുന്നവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഏട്ടത്തിക്ക് പേടിയില്ലേ? സാധാരണ ഈ അസുഖം പിടിച്ചവർക്ക് വെള്ളം എടുത്തോണ്ട് കൊടുക്കാൻ പോലും ആരും ചെല്ലാറില്ല. പേടിയാ. ഇവിടെ ഏട്ടത്തിക്ക് ഒരു കുഞ്ഞുകൂടിയുണ്ട്. മാത്രമല്ല എന്നോടിങ്ങനെ ദയ കാണിക്കേണ്ട ഒരു കാര്യം ഏട്ടത്തിക്കില്ല. ഇവിടെ ഇപ്പൊ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥയില് അമ്മ പേടിച്ചു മാറി നിൽക്കുമായിരുന്നോ? ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടുമായിരുന്നോ? എനിക്കൊരു കാര്യം അറിയോ? ഏട്ടത്തി എന്നത് ഒരു വെറും വാക്കല്ല, അതൊരു വലിയ ഉത്തരവാദിത്വം. ആ വാക്കിന് അമ്മ എന്നുകൂടി അർത്ഥമുണ്ട്.
അതുകൊണ്ട് ഏട്ടത്തിയെ എല്ലാവരും ഏട്ടത്തി അമ്മാന്ന് വിളിക്കുന്നത്. അതെ, കരയേണ്ട ഒരാവശ്യമില്ല. ഡോക്ടർ തന്ന മരുന്നൊക്കെ കഴിച്ച് ദിവസവും വേപ്പിലിട്ട വെള്ളത്തിൽ കുളിയും കൂടി ആവുമ്പോൾ 2-3 ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ ഉണങ്ങും. മോളിപ്പോ ഒരു കാര്യം ചെയ്, ഇപ്പൊ ഒന്ന് കിടക്ക്. ഞാൻ വേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളമായിട്ട് വരാം. എടുത്തി ദേ, നീ കരഞ്ഞു ചുമ്മാ ബോറാക്കല്ലേ. മോള് കിടക്ക്, ഞാൻ ചെല്ലട്ടെ.